നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ ഓരോ നാളിൽ ജനിച്ച ആൾക്കാർക്കും അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാകില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശാ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അശ്വതി നാളുകാർക്ക് ഈ മാസം ഗുണഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന കാലമാണ്. ആരോഗ്യപരമായും ധനപരമായും തൊഴിൽപരമായും നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും വിട്ടൊഴിയും. ബന്ധുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. സ്വദേശം വിട്ട് അലഞ്ഞ് നടന്നിരുന്നവർക്ക് അതിന് ആശ്വാസമുണ്ടാകും. പൊതുവെ വിദേശ ജോലി ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഇവർ മികച്ച വിജയം കൈവരിക്കും. പൊതുപ്രവർത്തന വിജയം നേടുന്നതിന് സാധിക്കും. ശാരീരികമായിട്ടുള്ള സുഖം അനുഭവത്തിൽ വരുന്ന ഒരു കാലം കൂടിയാണ്. പൊതുവെ പലതരത്തിൽ മാനസിക വിഷമം അനുഭവിച്ചിരുന്നവർക്ക് ആത്മധൈര്യം കൈവരുന്ന കാലം കൂടിയാണ്. സാമ്പത്തികപരമായി നിലനിന്നിരുന്ന അരിഷ്ടതകളിൽ നിന്ന് ഇവർക്ക് മോചനമുണ്ടാകുന്ന ഒരു കാലമാണിത്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. പ്രേമവിവാഹത്തിന് ആഗ്രഹിച്ചിരുന്നവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂല തീരുമാനങ്ങളുണ്ടാകും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരത്തിനായി ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പക്കപ്പിറന്നാൾ തോറും, അതായത് മാസത്തിലെ അശ്വതി നാളിൽ ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവ നടത്തുന്നത് ഉത്തമമാണ്. നിത്യേന ഭവനത്തിൽ തന്നെ ശിവൻ്റെ നാമജപം നടത്തുന്നതും ഉത്തമമായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ട് ഭരണി നാളുകാരുടേത് പരിശോധിക്കാം. ഇവർക്കും ഗുണഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ഒരു മാസമാണ്. ജീവിതത്തിലെ പലവിധത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾക്ക് അടിത്തറ പാകുന്നതിന് സാധിക്കും. ജീവിത സുഖവർദ്ധനയുണ്ടാകും. സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്ന കാലം കൂടിയാണ് ഇവർക്ക്. തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ ഇവർക്ക് വേണ്ടി വന്നേക്കാം. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുക, മനസ്സിനിണങ്ങിയ ചില പുതിയ വസ്ത്രം, ആഭരണം ഇവ വാങ്ങുക മുതലായവയൊക്കെ ഇവർക്ക് ഫലത്തിൽ വരുന്നതാണ്. ഈ നാളിൽ ജനിച്ചവർക്ക് പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്. തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരിക, തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക, ഇതൊക്കെ ഇവരുടെ പൊതുവായി കണ്ടുവരുന്ന ഈ മാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിലനിന്നിരുന്ന അലസത വിട്ടൊഴിയും. മാനസികമായി സംഘർഷം കുറയും. സുഹൃത്തുക്കളുമായി കൂടുതൽ ഇടപഴകുന്നതിനുള്ള അവസരം ലഭിക്കും. ഇവർ ഗുണവർദ്ധനവിനും ദോഷശാന്തിക്കുമായി ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തരം നിത്യേന ജപിക്കുന്നത് ഗുണകരമാണ്. പിന്നെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി എള്ളുകിഴി കത്തിക്കുക, അപ്രകാരമുള്ള പരിഹാരങ്ങളും ഇവർക്ക് ഉത്തമമായിരിക്കും. കാർത്തിക, ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവത്തിലുണ്ടാവുക. എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ഒരു തടസ്സം നേരിടുമെങ്കിലും ക്രമേണ തടസ്സം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളില്ലാതെ ദീർഘകാലമായി വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താന ലാഭത്തിനുള്ള ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. ഔദ്യോഗികപരമായി
കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. ബിസിനസ് സ്വന്തമായി നടത്തുന്നവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പ്രോജക്റ്റുകളിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഗൃഹനിർമ്മാണം സാധിക്കുന്ന കാലം കൂടിയാണ്. രോഗദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൽ ശമനം കണ്ടു തുടങ്ങും. ഔഷധ സേവ അവസാനിപ്പിക്കുന്നതിന് സാധിക്കും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന കാലമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ബന്ധുജനങ്ങൾ നിമിത്തം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ്. പിന്നീട് ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടിക്കുക, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുക, അപ്രകാരമുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ചെറിയ കയ്യബദ്ധങ്ങൾ മൂലം പരിക്കുണ്ടാവുക, ആശുപത്രിവാസം വേണ്ടി വരിക, അപ്രകാരമൊക്കെ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. ഗുണവർദ്ധനവിനായിട്ട് കാർത്തിക നക്ഷത്രക്കാർ ദേവീഭജനമാണ് ചെയ്യേണ്ടത്. ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദർശനം നടത്തുക, പഞ്ചദുർഗാ മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തിക്കുക, നിത്യേന അല്പനേരമെങ്കിലും വീട്ടിലിരുന്ന് ദേവീസങ്കല്പത്തിലുള്ള പാരായണങ്ങൾ നടത്തുക മുതലായവ ഇവർ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. രോഹിണി നാളുകാർക്ക് ചിങ്ങമാസം പൊതുവെ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുക, ബന്ധുജനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക, തൊഴിൽപരമായിട്ടുള്ള മേന്മകൾ കൈവരിക്കുക, വിദേശ ജോലി, വിദേശ പഠനം ഇവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉന്നതരിൽ നിന്ന് ലഭിക്കുക. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ലോൺ, മറ്റുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രകാരമുള്ള തടസ്സങ്ങൾ മാറി ഗൃഹനിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നതിനും സാധിക്കുന്ന കാലമാണ്. കൂടാതെ പഠനത്തിൽ അലസത അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അത് തരണം ചെയ്യാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. രോഹിണി നാളിൽപ്പെട്ട കുറേ ആളുകൾ, ചിലർ എങ്കിലും ഈ മാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ നേരിടേണ്ടി വരിക, സഹപ്രവർത്തകരിൽ നിന്ന് എതിർപ്പുണ്ടാവുക, ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തിൽ താമസം നേരിടുക, തടസ്സം സൃഷ്ടിക്കപ്പെടുക, അപ്രകാരമുള്ള ഫലങ്ങളുമൊക്കെ ഉണ്ടാവാം. അതിനാൽ ഇക്കൂട്ടർ അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. രോഹിണി നാളുകാർക്ക് ഈ മാസത്തെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് ഹനുമത് ഭജനം വളരെയധികം ഗുണം ചെയ്യും. സ്വഭവനത്തിലോ അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയോ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയോ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. മകയിരം നാളുകാർ കുറേ കാലമായി അരിഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. അവർക്ക് ഈ മാസം മുതൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ഭൂമിയിൽ നിന്നുള്ള ധനലാഭമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കാര്യം. ഭൂമി വിൽപ്പന തടസ്സപ്പെട്ട് നിന്നവർക്ക് ഭൂമി വിൽപ്പന ശരിയാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് പ്രൊമോഷൻ, ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ഇവ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. ബന്ധുജനങ്ങൾ ഇവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിഷമിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ഓരോന്നായി തരണം ചെയ്യും. മുൻകാല സമ്പാദ്യത്തിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. ചിട്ടി, ചില ഓഹരി വിപണി മുതലായവയിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. മാസം പകുതി കഴിഞ്ഞാൽ ഉദരസംബന്ധമായിട്ടുള്ള ചെറിയ അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. ഇവർ ദോഷശമനത്തിനായി മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. നിത്യേന ഭവനത്തിൽ മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കുക, വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക മുതലായ ഇവർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. തിരുവാതിര ആരോഗ്യപരമായി പൊതുവെ അനുകൂലമായ ഒരു കാലമല്ല. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം.
ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തുടക്കത്തിൽ തന്നെ ഔഷധ സേവ നടത്തി അത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഇവർക്ക് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും മറ്റുള്ള കാര്യങ്ങളിലും സുഹൃത്ത് സഹായം എപ്പോഴും പ്രതീക്ഷിക്കാം. സ്വഭവനത്തിൽ ശാന്തത ഉണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ കൈവരിക്കുന്ന ഒരു കാലം കൂടിയാണ്. വാഹന വിൽപ്പന, വാഹനം വാങ്ങൽ ഇത് രണ്ടും സാധിക്കുന്ന കാലമാണ്. വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാൻ ഇടയുള്ള കാലമാണ്. ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് കുറേ ആശ്വാസം ലഭിക്കും. രോഗം മൂലം തൊഴിലിൽ നിന്ന് വിട്ടു നിന്നിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഇവർ ദോഷശമനത്തിനായിട്ട് ദേവീ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയാണ് നടത്തേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്വഭവനത്തിൽ ലളിതാ സഹസ്രനാമം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ പാരായണം കഴിയുന്നതുവരെ ശ്രീ ലളിതാദേവിയെ മനസ്സിൽ തന്നെ സങ്കല്പിച്ച് ശ്രദ്ധ പതരാതെ ജപിക്കുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പുണർതം നാളുകാർക്ക് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. മനസ്സിൽ സന്തോഷം അധികരിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് വരവിനേക്കാൾ ചെലവ് അധികരിക്കുക എന്നുള്ള ഒരു വിപരീത ഫലം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കൂടുതൽ യാത്രകൾ വേണ്ടിവരിക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അപ്രകാരമുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സ്വന്തമായി ചില ബിസിനസ്സുകൾ തുടങ്ങുക, ഏജൻസി പ്രവർത്തനങ്ങൾ വഴി ധനമാർജിക്കുക, അപ്രകാരമുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അരിഷ്ടതകൾ വിട്ടൊഴിയും. സന്താനഗുണം അനുഭവിക്കുക മുതലായ കാര്യങ്ങളും പുണർതം നാളുകാർക്ക് ഈ മാസത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ്. ഇവർ ദോഷശമനത്തിനായി മഹാഗണപതിയാണ് ഭജിക്കേണ്ടത്. മാസത്തിലെ പക്കപ്പുറനാളിൽ, അതായത് പുണർതം നാളിൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കുക. ഹോമസ്ഥലത്ത് ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. നിർബന്ധമായും അപ്രകാരം തന്നെ ചെയ്യണം. അതാണ് ഇവരുടെ ദോഷപരിഹാരത്തിനായിട്ട് ചെയ്യേണ്ട കാര്യം. കൂടാതെ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ തന്നെ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും ഉത്തമമാണ്. പൂയം നാളുകാർക്ക് ഈ മാസം തൊഴിൽപരമായി വളരെ അനുകൂലമാണ്. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരും. തൊഴിൽ രംഗത്ത് മേന്മകൾ കൈവരിക്കുന്നതിന് സാധിക്കും. കുടുംബസൗഖ്യം അനുഭവത്തിൽ വരുന്ന കാലം കൂടിയാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകും. ബന്ധുജന സഹായം ലഭിക്കുകയും ചെയ്യും. മാനസികമായ സുഖവർദ്ധന, പ്രവർത്തനങ്ങളിൽ വിജയം, വാതജന്യ രോഗങ്ങളാൽ വിഷമിക്കുക, അപ്രകാരം ഒരു ദോഷഫലം ഇവർക്ക് ഈ മാസം നിലനിൽക്കുന്നുണ്ട്. സന്ധികളിൽ വേദന, ചെറിയ ഔഷധ സേവ വേണ്ടിവരിക, അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. മാസമധ്യം കഴിഞ്ഞാൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ്. സുഹൃത്തുക്കളുമായി സംഗമം ഉണ്ടാവും. ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി കൈവരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇവർ ശിവനെയാണ് ഈ മാസം ദോഷശമനത്തിനായി ഭജിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുക, ഭസ്മാഭിഷേകം നടത്തിക്കുക. കൂടാതെ വീട്ടിൽ തന്നെ ശിവാഷ്ടോത്തരം ജപിക്കുക, നമശിവായ മന്ത്രം ജപിക്കുക മുതലായവ ഇവർക്ക് ദോഷശമനത്തിന് വളരെയധികം ഗുണകരമായ കാര്യമാണ്. ആയില്യം നാളുകാർ ഈ മാസം ധനപരമായ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കടബാധ്യതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ ആ കടബാധ്യത കൊണ്ട് എന്തെങ്കിലും മറ്റൊരു ഗുണഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഗൃഹനിർമ്മാണത്തിൽ ഉപയോഗിക്കുക, വാഹനം മാറ്റി വാങ്ങുന്നതിന് ഉപയോഗിക്കുക, അപ്രകാരമുള്ള ഒരു നല്ല കാര്യത്തിനായിട്ട് കടബാധ്യത വരുത്തി വയ്ക്കാവുന്നത് പോലെയുള്ള രീതിയാണ് കാണുന്നത്. എങ്കിലും ധനപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിന് അവസരമുള്ള കാലമാണ്. വാഹനത്തിനും വീടിനും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം. തുടർന്നുള്ള പണച്ചെലവ് ഇവർക്കുണ്ടാകും.
ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ വിജയം കൈവരിക്കുന്നതിന് സാധ്യതയുള്ള ഒരു മാസമാണ്. കൂടാതെ ഇവർക്ക് സംസാരത്തിൽ അധിക ശ്രദ്ധ പുലർത്തണം. സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാൻ ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് അനുഭവ ഗുണമുണ്ടാകും. സന്താനങ്ങൾക്ക് ഉന്നത നിലയിലുള്ള വിജയം, സന്താനങ്ങൾക്ക് തൊഴിൽ ലാഭം, ഇപ്രകാരമുള്ള കാര്യങ്ങളും ഉണ്ടാകാം. രോഗശമനം കൈവരിക്കാവുന്ന കാലം കൂടിയാണ്. പൊതുവെ ദോഷശമനത്തിനായി സുബ്രഹ്മണ്യ ഭജനമാണ് ഇവർ നടത്തേണ്ടത്. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക മുതലായ പരിഹാരങ്ങൾ ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാം. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ഇവർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് വരവിനൊപ്പം ചെലവും അധികരിക്കാവുന്ന ഒരു കാലം കൂടിയാണ് ഈ മാസം. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് മനോവിഷമം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കലഹങ്ങൾ, ചെറിയ അരിഷ്ടതകൾ ഒക്കെ നേരിടാവുന്ന ഒരു കാലം കൂടിയാണ്. കുടുംബത്തിലെ മുതിർന്ന ബന്ധുക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. സഹോദരങ്ങൾക്കോ സഹോദര സ്ഥാനീയർക്കും അരിഷ്ടതകൾക്ക് സാധ്യതയുള്ള കാലമാണ്. തൊഴിൽപരമായി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം. ഓഹരി വിപണി, ഊഹക്കച്ചവടം എന്നിവയിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. തൊട്ടടുത്തുള്ള അയൽവാസികൾ ആയി ചില അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരത്തിനായി ദേവീക്ഷേത്ര ദർശനമാണ് ഇവർക്ക് ചെയ്യേണ്ടത്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവതി സേവ നടത്തിച്ച് തൊഴുന്നതും, ദേവീക്ഷേത്രത്തിൽ സാധിക്കുന്ന തിങ്കളാഴ്ചകളിൽ തൊഴുത് പഞ്ചദുർഗാമന്ത്ര പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന കാര്യമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുക, ബന്ധുജനങ്ങൾക്കൊപ്പം കഴിയാൻ അവസരം ലഭിക്കുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അനുഭവിച്ചുകൊണ്ടിരുന്ന അരിഷ്ടതകളിൽ നിന്ന് വിടുതലുണ്ടാവുക മുതലായ അനുഭവങ്ങളായിരിക്കും പ്രധാനമായും ഉണ്ടാകുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അടുത്ത് കഴിഞ്ഞിരുന്ന ചില ബന്ധുക്കളെങ്കിലും തൊഴിൽപരമായോ മറ്റോ ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹൃതമാകും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥത കൈവരിക്കുന്ന കാലമാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. ഭവനം നവീകരിക്കൽ, ഭവനം മോടി പിടിപ്പിക്കൽ, വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇവർ ദോഷശമനത്തിനായിട്ട് മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക. അതിന് സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ഇരുന്നാണെങ്കിലും ദ്വാദശാക്ഷര ഗോപാലം എന്ന ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിത്യേന ജപിക്കുക. മഹാവിഷ്ണുവിൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ തുളസിമാല ചാർത്തിച്ച്, നെയ്വിളക്ക് കത്തിച്ച്, പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക മുതലായവ വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ മാസം അനുകൂല ഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായി ഇവർക്ക് നിലനിന്നിരുന്ന അരിഷ്ടതകൾ ശമിക്കും. എങ്കിലും പല്ല്, എല്ല് ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ചെറിയ രോഗദുരിതങ്ങൾ നേരിടാനും അതിനെ തുടർന്ന് ഔഷധ സേവ, ആശുപത്രിവാസം, ആശുപത്രി സന്ദർശനം എന്നിവയുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായി മികച്ച നേട്ടങ്ങൾ ഇവർ കൈവരിക്കും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവുണ്ടാകുന്ന കാലം കൂടിയാണ്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിക്ക്, ചെറിയ രോഗദുരിതം എന്നിവ മൂലം അല്പകാലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇവർ ദോഷശമനത്തിനായിട്ട് ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവങ്കൽ ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കുക നാൾതോറും. കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തി 24 മിനിറ്റ്, അതായത് ഒരു നാഴിക നേരം ശിവക്ഷേത്രത്തിൽ തങ്ങി ഭജനം നടത്തുന്നതും ഉത്തമമാണ്. അത്തം മറ്റുള്ള ആൾക്കാരുമായിട്ട് ചെറിയ കലഹത്തിന് സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവർക്ക്
പിതാവുമായി അകന്നു കഴിയുക, പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാവുക മുതലായ ദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതിനും സാധ്യതയുണ്ട്. ബന്ധുജന സഹായത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിച്ചു എന്ന് വരില്ല. തുടർന്ന് അവരുമായി അകൽച്ചയുണ്ടാവുക, മാനസിക വിഷമം നേരിടുക മുതലായവ ഉണ്ടാവാം. കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂകളിൽ വിജയിക്കുന്നതിന് സാധ്യതയുള്ള കാലമാണ്. അതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമാണ്. സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. നിയമനത്തിന് കാത്തിരിക്കുന്നവർക്ക് നിയമനം ലഭിക്കാം. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ തിരിച്ചടികൾ ഈ മാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അരിഷ്ടതകൾ ഉടലെടുക്കാം. ദോഷശമനത്തിനായി ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശനിയാഴ്ചകളിൽ ഇവർ നിർബന്ധമായും ധർമ്മശാസ്താവിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, എള്ളുകിഴി കത്തിക്കുക മുതലായവ ചെയ്യുന്നത് ഗുണപ്രദമാണ്. ചിത്തിര, ഇവർക്ക് പൊതുവെ മാനസിക സംഘർഷം അധികരിച്ചു നിൽക്കുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യത്തിലും അനാവശ്യമായ ധൃതി ഉണ്ടാവുക, പണമിടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരിക മുതലായ അനുഭവങ്ങൾ ഉണ്ടാവാം. സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള കാലമാണ്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ്. ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും. പണച്ചെലവ് കൂടുതലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, കൂടുതൽ പണം മുടക്കി ചില ബിസിനസ്സുകളിൽ ഏർപ്പെടുക മുതലായവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഈ മാസം അതിനുള്ള അനുഭവം ഉണ്ടാകും. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ചില സൂചനകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നുള്ള അലർജി പിടിപെടാൻ ഇടയുള്ളതിനാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് ശ്രീകൃഷ്ണസ്വാമിയെയാണ് ഭജിക്കേണ്ടത്. ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ ബുധനാഴ്ചകളിൽ ദർശനം നടത്തുക, തൃക്കൈവെണ്ണ പോലെയുള്ള വഴിപാടുകൾ, തുളസിമാല ചാർത്തിക്കൽ അപ്രകാരം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. ചോതി, ഇവർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ അധികരിച്ചു നിൽക്കുകയും ദോഷഫലങ്ങൾ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മാസമാണ്. തൊഴിലന്വേഷകർക്ക് അനുകൂല ഫലങ്ങളുണ്ടാകും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരാം. അങ്ങനെ ഒരു കാര്യം കൂടുതലായിട്ട് കാണുന്നുണ്ട്. സഹപ്രവർത്തകരുമായി ചെറിയ ഭിന്നതകൾ ഉടലെടുക്കുമെങ്കിലും അത് ശാശ്വതമായി പരിഹരിക്കപ്പെടും. പെരുമാറ്റത്തിൽ കൃത്രിമം കലർത്തി മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുചക്ര വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സ്വജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ അകന്നു കഴിയേണ്ടി വരിക, ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ്. ദോഷശമനത്തിനായിട്ട് ഇവർ കൃത്യതയോടുകൂടി ഗണപതിയാണ് ഭജിക്കേണ്ടത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നെയ്വിളക്ക് കൊളുത്തി ഗണപതിയെ ഭജിക്കുക. സാധിക്കുന്നവർ ഗണപതിക്ക് മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തി പ്രീതി വരുത്തുക മുതലായ കാര്യങ്ങൾ ഉത്തമമാണ്. കൂടാതെ ഈ മാസത്തിലെ ചോദ്യനാളിൽ ഗണപതിക്ക് ഒരു തവണയെങ്കിലും കറുകമാല ചാർത്തിച്ച് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. വിശാഖം നാളുകാർക്ക് അവിചാരിതമായ യാത്രകൾ വേണ്ടിവരാം. മാനസികമായ സന്തോഷം വർദ്ധിക്കുന്ന കാലമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നതിന് അവസരമൊരുങ്ങും. സ്വഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുക, ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുക മുതലായ ഫലങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരാൻ ഇടയുള്ള കാലമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം. കലാപരമായും കായികപരമായുമുള്ള നേട്ടങ്ങൾ കൈവരിക്കും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നിയമന ഉത്തരവുകൾ ലഭിക്കാം. ദോഷശമനത്തിനായിട്ട് വിഷ്ണുഭജനം നടത്തുന്നത് ഉത്തമമാണ്. വിഷ്ണുഭജനം നിത്യേന വീട്ടിൽ തന്നെ നടത്തുക. ഭാഗവതത്തിലെ കാളിയമർദ്ദന ഭാഗം നിത്യേന വീട്ടിൽ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തൊഴുത് നരസിംഹസ്വാമിക്ക് ചുവന്ന മാല, പാനക നിവേദ്യം ഇവ നടത്തിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണപ്രദമായി കാണുന്നു. അനിഴം,
ഇവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവായിരിക്കും ഈ മാസം മുഖ്യമായി നേരിടാനിടയുള്ളത്. ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധിക്കും. ദേഹസുഖം പൊതുവെ കുറവായിരിക്കും. പുതിയ ജോലികളിൽ പ്രവേശിക്കാൻ അവസരം ഒരുങ്ങും. അടുത്ത ബന്ധുക്കളിൽ നിന്ന് വളരെയധികം സഹായം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വിദേശ ജോലി, നാട്ടിൽ തന്നെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി എന്നിവയ്ക്ക് ബന്ധുജനങ്ങളുടെ സഹായത്താൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. മാനസികമായി നിലനിന്നിരുന്ന ഉത്കണ്ഠകൾ ശമിച്ച് പുരോഗതി ഉണ്ടാകും. കൂടാതെ രോഗദുരിതത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന കാലം കൂടിയാണ്. ഈ നാളുകാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആഹാര കാര്യത്തിലാണ്. സമയത്ത് ആഹാരം കഴിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം. ആഹാര കാര്യത്തിൽ ശ്രദ്ധ കുറയുക, അപ്രകാരമുണ്ടാകുന്ന അരിഷ്ടതകൾ നേരിടുക. തുടർന്ന് ഉദരവ്യാധി, വയറുമായി ബന്ധപ്പെട്ട അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഗുണഫലം വർദ്ധിക്കുന്നതിന് ദുർഗാഭജനം നിത്യേന വീട്ടിൽ തന്നെ നടത്തണം. എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ദുർഗാദേവിയുടെ ഭജനം കൃത്യതയോടുകൂടി ചെയ്യുന്നത് ഇവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് കൂടുതൽ അഭികാമ്യമാണ്. കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും ദേവീക്ഷേത്രത്തിൽ പഞ്ചദുർഗാമന്ത്ര പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും ഗുണഫലങ്ങൾ അധികരിക്കുന്നതിന് ഇവർക്ക് സഹായകമായിരിക്കും. തൃക്കേട്ട നാളുകാർക്ക് ഈ മാസം പൊതുവെ ദോഷപരിഹാരങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറൽ ഇതുപോലെയുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന മാസമാണ്. തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് അനുകൂലമായ തൊഴിൽ ലഭിക്കുക, വിവാഹം ആലോചിച്ചുകൊണ്ടിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കുക, വാക്കുതർക്കങ്ങൾ പെട്ടുകിടന്ന ഭൂമിയിൽ നിന്നുള്ള വ്യവഹാരങ്ങളിൽ തീരുമാനമുണ്ടാവുക, അപ്രകാരമുള്ള ഗുണാനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകുന്ന കാലമാണ്. നല്ല കാര്യങ്ങൾക്കായി പണം മുടക്കുക, സൽക്കർമ്മങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കുക മുതലായ ഫലങ്ങളും ഈ മാസം ഉണ്ടാകാം. വിവാഹം വാക്കുറപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അല്പം ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലം ഇവർക്ക് ഇപ്പോൾ കഴിയുന്ന ഒരു സമയമാണ്. പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു മാസമാണ്. സ്വത്ത് സംബന്ധമായി നിലനിന്നിരുന്ന തർക്കങ്ങളിൽ ആശ്വാസമുണ്ടാകും. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കും. സാമ്പത്തികപരമായ വിഷമതകൾ ഇവരെ തൽക്കാലത്തേക്ക് വിട്ടൊഴിയുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട്. വാഹനത്തിന് അഡ്വാൻസൊക്കെ നൽകി കാത്തിരുന്നവർക്ക് പുതിയ വാഹനം ലഭിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിന് ശേഷം ഭവനത്തിൽ കയറി താമസിക്കുന്നതിന് സാധ്യതയുണ്ടാകും. സുഹൃത്ത് സഹായം വർദ്ധിക്കും മുതലായ ഫലങ്ങളാണ് ഇവർക്ക് കൂടുതലായി ഉണ്ടാകുന്നത്. തൃക്കേട്ട നാളുകാർ ഈ മാസം ദോഷ ശമനത്തിനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമാണ്. വീട്ടിൽ തന്നെ നിത്യേന രാമായണത്തിലെ സുന്ദരകാന്ഡം ഓരോ പേജെങ്കിലും വായിക്കുക, ഹനുമാൻ സ്വാമിയെ മനസ്സാ നമസ്കരിക്കുക, ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്കായി ശ്രീരാമനാമം ജപം നടത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത്. മൂലം ഇവർക്ക് നിരാശ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഉറപ്പായി സാധിക്കും എന്ന് കരുതിയിരുന്ന ചില പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടാം. ജോലി ലഭിക്കാനൊക്കെ തീരുമാനമായി ഇരുന്നത് പെട്ടെന്ന് ഒന്നുകിൽ നീണ്ടുപോവുക, അല്ലെങ്കിൽ അതിന് താമസം നേരിടുക, അവരുടെ ചില അപേക്ഷകൾ നിരസിക്കപ്പെടുക മുതലായവ ഉണ്ടാകാം. അശ്രദ്ധ മൂലം ചില അവസര നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പണം ഇടപാടുകളിൽ കൃത്യത പുലർത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇവർ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ചെലവ് അധികരിച്ച് നിൽക്കുന്ന ഒരു കാലമായിട്ടാണ് കാണുന്നത്. പൈതൃക സ്വത്ത് പ്രതീക്ഷിക്കുന്നവർക്ക് പൈതൃക സ്വത്ത് ലഭിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില അരിഷ്ടതകൾ പരിപൂർണമായും വിട്ടൊഴിയും. മുതിർന്ന ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾ ശമിക്കും. ഉദരവ്യാധി, അതിനായി ഔഷധ സേവ വേണ്ടി വന്നേക്കാം. ഇവർ ദോഷശമനത്തിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അദ്ദേഹത്തിന് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കുക, അരവണ നിവേദ്യം നടത്തിക്കുക, നെയ്വിളക്ക് കത്തിക്കുക മുതലായ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ചൊവ്വാഴ്ചകളാണ് ഇവർക്ക് പ്രധാനമായും പ്രതികൂല സ്ഥിതികൾ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങൾ. അതിനാൽ ചൊവ്വാഴ്ച സസ്യഭക്ഷണം മാത്രം കഴിച്ച് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. പൂരാടം ഇവർക്ക് വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കും. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ തിരിച്ചടികൾ നേരിടാനിടയുള്ള കാലമാണ്. ഇവർക്ക് വരവ് വർദ്ധിക്കും, പക്ഷേ അതിനൊപ്പം തന്നെ ചെലവ് അധികരിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്ന കാലമാണ്.
ബന്ധുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മറികടക്കും. ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന അകൽച്ച അവസാനിക്കുക. വ്യവഹാരങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കുക. ഏകദേശം പരാജയപ്പെടും എന്നുറപ്പായിരുന്ന ചില വ്യവഹാരങ്ങളിൽ പോലും വിജയിക്കുന്നതിന് ഇവർക്ക് സാധിക്കും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ യാത്രകൾ വേണ്ടിവരും. സ്വഭവനം വിട്ടു നിൽക്കാനുള്ള സാധ്യതയാണ് ഈ മാസം ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. സന്താന ലാഭം ഉണ്ടാകുന്ന കാലമാണ്. ചില സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. അവർ മൂലം ആപത്തിൽപ്പെടുന്നതിന് സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസം ഇവർക്ക് ദേവീഭജനം വളരെ അത്യാവശ്യമാണ്. ഭദ്രകാളിയെ തന്നെയാണ് ഭജിക്കേണ്ടത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഭദ്രകാളിയുടെ പ്രാർത്ഥനകൾ നടത്തുക. ഭദ്രകാളി അഷ്ടോത്തരം ജപിക്കുക. ഭദ്രകാളി അഷ്ടകം ജപിക്കുക. ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം നൽകി നമസ്കരിക്കുക മുതലായവ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ്. ഉത്രാടം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകും. ബന്ധുഗുണം വർദ്ധിക്കാവുന്ന കാലമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് അവസരമൊരുങ്ങും. മാനസികമായി നിലനിന്നിരുന്ന വിഷമതകൾ ഓരോന്നായിട്ട് വിട്ടുമാറിപ്പോവുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. ഇവർ ആഗ്രഹിച്ചിരുന്ന പോലെയുള്ള ജോലികൾ ലഭിക്കാം. സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ജോലി ലഭിക്കാം. വിദേശ ജോലിക്കുള്ള സാധ്യതകളുണ്ട്. ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം നേടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ്. അടുത്ത സുഹൃത്തുക്കൾക്കായി പണച്ചെലവ് നേരിടേണ്ടി വരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഏറ്റവും നല്ല ജീവിത പങ്കാളി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർ ശ്രദ്ധയോടുകൂടി ശ്രീകൃഷ്ണ ഭജനം നടത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവൽ നിവേദ്യം, തുളസിമാല ചാർത്തിക്കൽ മുതലായ പരിഹാരങ്ങൾ ചെയ്യുന്നതും ഉത്തമമാണ്. പതിവായി വീട്ടിൽ തന്നെ ശ്രീ മഹാഭാഗവതത്തിലെ ഒരു പേജെങ്കിലും നിത്യേന പാരായണം ചെയ്ത് നമസ്കരിക്കുക മുതലായവ ഇവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ കാര്യമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉത്തരവാദിത്വം വർദ്ധിക്കും. പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭിക്കുന്ന കാലമാണ്. തൊഴിൽപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. ഇവർക്ക് വരവ് അധികരിക്കും. ധനപരമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി തരണം ചെയ്യാൻ സാധിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ വിജയങ്ങൾ കൈവരിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം. ആരോഗ്യപരമായ വിഷമതകളിൽ അനുഭവിക്കുന്നവർക്ക് അത് തരണം ചെയ്യുന്നതിനും സാധിക്കും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സന്താന ഗുണം അനുഭവിക്കുന്ന കാലം കൂടിയാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കുന്ന കാലമാണ്. ഈ മാസം ഇവർ പ്രധാനമായും നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക, നാഗരാജാവിന് നൂറും പാലും നടത്തുക, ആയില്യം പൂജ നടത്തുക മുതലായവ ചെയ്ത് നാഗരാജാവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നത് ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പരിഹാരമാണ്. അവിട്ടം നാളുകാർ ഈ മാസം പൊതുവെ എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വിട്ടൊഴിയും. പ്രവർത്തന രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് യാത്രകൾ വേണ്ടിവരും. ബന്ധുഗുണം വർദ്ധിക്കും. ആഡംബര വസ്തുക്കളിൽ താല്പര്യമുണ്ടാകും. ഉപഹാരങ്ങൾ ലഭിക്കാൻ ഇടയുള്ള മാസമാണ്. ഇവർക്ക് ചില ഉപഹാരങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നതിന് സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ചെലവ് അധികരിക്കുന്നതിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദേവീഭജനമാണ് ഇവർ നടത്തേണ്ടത്. ദേവിയെ നിത്യേന പ്രാർത്ഥിക്കുക. കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദേവീ മഹാത്മ്യത്തിലെ നാരായണ സ്തുതി അടങ്ങിയ 11-ാം അധ്യായം പാരായണം ചെയ്യുക മുതലായ പരിഹാരങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. ചതയം. ഇവർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായ വിജയം കൈവരിക്കാം. മറ്റുള്ളവരിൽ നിന്ന് അപവാദം കേൾക്കേണ്ടതായി വന്നേക്കാം. അത് വളരെ ശ്രദ്ധിക്കണം. അവരവരുടെ കാര്യങ്ങൾ മാത്രം കൂടുതലായി ശ്രദ്ധിച്ച് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ
അപവാദ പ്രചരണങ്ങളൊക്കെ നടത്താതെ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. മാതാവിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. ചെറിയ ഔഷധ സേവ മാതാവിന് വേണ്ടി വന്നേക്കാം. യാത്രകൾ വേണ്ടിവരും. സഹോദരങ്ങളാലോ സഹോദര സ്ഥാനീയരാലോ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാം. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഫലമാണ് ഉണ്ടാവുക. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതിയെയാണ് ഭജിക്കേണ്ടത്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കുന്നത് നല്ലതാണ്. നിത്യേന വീട്ടിൽ തന്നെ നിലവിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നത് ഇവർക്ക് വളരെയധികം ഗുണപ്രദമായ കാര്യമാണ്. പൂരൂരുട്ടാതി. പൊതുവെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കും. തൊഴിൽ രംഗത്ത് ഉന്നത വിജയം കൈവരിക്കുന്നതിന് സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. വാഹന സംബന്ധമായ ചെലവുകൾ അധികരിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന കാലം കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ അത് തരണം ചെയ്യും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്യും. മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. കൂടാതെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ കൂടി ഇപ്പോൾ ശനി വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പറഞ്ഞ ഫലത്തിനേക്കാൾ കൂടുതലായി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവ ഉണ്ടാവാതെ എപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ടതാണ്. എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിനെ ഭജിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും. ഉത്രട്ടാതി. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. മാതാവിനുണ്ടായിരുന്ന അരിഷ്ടതകൾ വിട്ടുമാറും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ ഇവർ കൈവരിക്കാൻ സാധിക്കും. കലാപരമായ താല്പര്യം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്നവർ പോലും പിണക്കമൊക്കെ മതിയാക്കി തിരികെ എത്താൻ സാധ്യതയുള്ള കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. മുൻകോപം നിയന്ത്രിക്കേണ്ടത് ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. സന്താനങ്ങളാൽ മനസ്സന്തോഷം വർദ്ധിക്കും. മാസം പകുതി കഴിഞ്ഞാൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. തൊഴിൽ രംഗം പൊതുവെ അഭിവൃദ്ധിപ്പെടുന്നതായിരിക്കും. ദോഷശമനത്തിനായി മഹാദേവനായ ശിവനെ തന്നെയാണ് ഇവർ ഭജിക്കേണ്ടത്. നിത്യേന ഭവനത്തിൽ ശിവാഷ്ടോത്തരം ജപിക്കുക. രുദ്രത്താൽ ശിവന് ധാര നടത്തുക. മാസത്തിലെ ഒരു ദിവസം രുദ്രം ജപിച്ച് ജലധാര നടത്തിക്കുക. അതാണ് ഇവർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പരിഹാരം. കൂടാതെ ജന്മനാളിൽ ശിവങ്കൽ മുൻവിളക്കിലും പിൻവിളക്കിലും എണ്ണയൊഴിപ്പിക്കുക, ശംഖാഭിഷേകം നടത്തിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. രേവതി. ആരോഗ്യപരമായി വളരെ അനുകൂലമായ സമയമാണ്. വിവാഹം വാക്കുറപ്പിക്കും. തൊഴിൽപരമായ യാത്രകൾ, തൊഴിൽപരമായ മാറ്റങ്ങൾ ഇവയൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ഉപഹാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വസ്ത്ര ആഭരണങ്ങൾ വാങ്ങും. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം കൈവരിക്കാം. ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വാഹനം, ഉപകരണങ്ങൾ ഇവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി, യന്ത്രോപകരണങ്ങൾ ഇവ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സന്താനങ്ങൾക്ക് മേന്മയുണ്ടാകും. ജോലികളിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. രേവതി നക്ഷത്രക്കാർ ഈ മാസത്തെ ഗുണാനുഭവങ്ങൾക്കായി മഹാദേവിയായ ശ്രീ ലളിതാ പരമേശ്വരിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ദേവിയെ ഭജിച്ച് ലളിതാ സഹസ്രനാമം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ചു തൊഴുന്നതും ഇവർക്ക് ഗുണകരമായിരിക്കും.